ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി കണ്ടാലോ. അത് നമ്മൾ അവിൽ വെച്ചിട്ടാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി കൂടി കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായി ഇഷ്ടമാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അവിലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ്. അപ്പോൾ അവിൽ ഏത് മോഡലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അവിൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ അവിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിക്കളയാം കേട്ടോ. അവിൽ വെള്ളം വെക്കാൻ പാടില്ല. വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് രണ്ട് തവണ നന്നായിട്ട് കൈ എടുത്തിട്ടുള്ള അവിൽ വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഗീ എടുക്കാം കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നുകിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പീനട്സ് ഇല്ലേ അതിട്ട് കൊടുത്താൽ മതി. ഇനി രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതെടുക്കുന്നത്. നിർബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ. വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. നമുക്കിത് ഒട്ടും നിർബന്ധമില്ലാത്ത കാര്യം. പക്ഷേ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം. അതിന് കൂടുതൽ നമുക്ക് മീഡിയം സൈസുള്ള ഒരു സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ഈ ഒരു സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണവും കളറൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാവേ. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയുടെ അളവൊക്കെ അങ്ങ് കൂട്ടിയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ആണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത് രണ്ട് മാത്രമായിട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു സമയത്തിന് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടാവില്ല, നമ്മൾ ഈ ഒരു പൊടികൾ ആ ഒരു പച്ചമണമൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം സൈസൊക്കെ ഉള്ള ആണെങ്കിൽ നമുക്ക് പകുതി മതിയാവട്ടെ. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് തക്കാളി. അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്ന് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതിലേക്ക് അവിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു അവിലേക്ക് നമ്മൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 10-20 സെക്കൻഡ് വെച്ചാൽ മതി. ഒരുപാട് സമയം വെക്കേണ്ടില്ല. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ. 10-20 സെക്കൻഡ് മാത്രം മതിയാവും. ഒരുപാട് സമയം വെക്കേണ്ടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങ കേട്ടോ. അപ്പം നമ്മൾ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അതും കൂടി നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. വീണ്ടും നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റോളം അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ആ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കേ. അപ്പോൾ ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ. താങ്ക് യു.